ഹലോ, ഞാനിന്ന് ചിക്കൻ്റെ പാർട്സ് റോസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. പാർട്സ് എന്ന് പറഞ്ഞാൽ കട്ടും കരളും കൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ കരൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കനും ബീഫൊക്കെ മേടിക്കുമ്പോൾ അവർ പ്രത്യേകം പറയാറുണ്ട് ഇങ്ങനെ കരൾ മേടിക്കാനായിട്ട്. അങ്ങനെ കരൾ മേടിച്ച് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കരൾ മാത്രമായിട്ട് കിട്ടാറില്ല, അതിൻ്റെ കൂടെ മറ്റേ ഈ കോഴിയുടെ മാങ്ങ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതും കൂടെ കിട്ടും. അപ്പോൾ അധികം ആർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഈ മാങ്ങ. ഇവിടെ എനിക്കും അത് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഈ സാധനത്തിന് ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ചെറിയ പീസാകുമ്പോൾ അതിനകത്തോട്ട് എരിവും ഒക്കെ പിടിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ കട്ടും കരളും കൂടെ പീസാക്കിയിട്ട് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളകും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇനി അതിനാവശ്യമായിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എല്ലാം കൂടെ കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്തും മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്, അതും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ആദ്യം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളകല്ല ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാന്താരി കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കാന്താരിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോൾ സവാള ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. സവാളയും കൂടെ വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറ്റിയെടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന സാധനമല്ലേ കുക്കറിനകത്ത്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിനകത്ത് നിന്ന് വന്ന വെള്ളമാണ് കേട്ടോ ഇത്. മെയിനായിട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി അത് കാരണം കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി എടുക്കുവാണേ.